കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ കോണിക്കാണ് ആര്? പരാബോള. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പ്ലെയിനിലെ ഒരു ഫിക്സഡ് ലൈൻ എടുക്കുക. ആ ഫിക്സഡ് ലൈനെയാണ് എൽ കൊണ്ട് സൂചിപ്പിച്ചേക്കുന്നത്. ഒരു ഫിക്സഡ് പോയിന്റ് എടുക്കുക, എഫ്. ഇനിയും ഈ ഫിക്സഡ് ലൈനായ എഫിൽ നിന്ന് ഫിക്സഡ് പോയിന്റായ എഫിൽ നിന്നും ഫിക്സഡ് ലൈനായ എല്ലിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ കിടക്കുന്ന പോയിന്റുകളുടെ കൂട്ടത്തിന് പറയുന്ന പേരാണ് ഫോർ എക്സാമ്പിൾ ഈ P1 എന്ന് പറയുന്ന പോയിന്റ് കണ്ടോ? P1ൽ നിന്ന് ഫിക്സഡ് ലൈനായ എല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് B1. ഈ P1 B1ഉം P1 B1ഉം P1 Fഉം എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. P1ൽ നിന്ന് എഫിലേക്ക് എന്ത് ദൂരമുണ്ടോ അത്രയും ദൂരം തന്നെ ഉണ്ട് P1ൽ നിന്ന് ബി. അപ്പൊ അടുത്ത പോയിന്റിന്റെ കാര്യം പറഞ്ഞാട്ടെ. P2 B2 ഈസ് ഈക്വൽ ടു P2F. അടുത്തത് P3 D3 ഈസ് ഈക്വൽ ടു P3. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലെയിനേലെ ഒരു ഫിക്സഡ് ലൈൻ എടുക്കുക, ആ ലൈന് നമ്മൾ L എന്ന് കൊടുത്തു. ഒരു ഫിക്സഡ് പോയിന്റ് എടുക്കുക, ആ പോയിന്റ് എന്ത് വിളിച്ചു? എഫ്. ഈ ഫിക്സഡ് ലൈനിൽ നിന്നും ഈ ഫിക്സഡ് പോയിന്റിൽ നിന്നും ഒരേ അകലത്തിൽ കിടക്കുന്ന പോയിന്റുകളുടെ കൂട്ടത്തിന് പറയുന്ന പേരാണ് പരാബോള. ഇനി ഈ ഫിക്സഡ് ലൈനെ എന്തോ വിളിക്കുമായിരുന്നു? ഡയറക്ട്രിക്സ്. ഈ ഫിക്സഡ് പോയിന്റിനെ എന്തോ വിളിക്കുമായിരുന്നു? ഫോക്കസ്. അതിലൊന്ന് വായിച്ചേ നോട്ട്. പരാബോളാണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഫിക്സഡ് പോയിന്റ് എവിടെ ഉള്ള പോയിന്റ് ആയിരിക്കരുത്? ആ ലൈനയിലുള്ള പോയിന്റ് ആയിരിക്കരുത്. പരാബോളയുടെ ഡെഫിനിഷൻ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ബാലുവിന് എന്തെങ്കിലും സംശയം? ഇല്ല സാർ. ഇല്ല. നമ്മൾ അതിന്റെ കുറച്ച് ടെക്നിക്കൽ വേർഡ് അടുത്തായിട്ട് പഠിച്ചായിരുന്നു. ഇരിക്കും. ആ ടെക്നിക്കൽ വേർഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടുത്തൊരു ഫിഗർ ഞാൻ ബോർഡിൽ ഒന്ന് വരയ്ക്കാം. നോക്കാം. പരാബോളയുടെ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ചില ടെക്നിക്കൽ വേർഡുകൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ ടെക്നിക്കൽ വേർഡ് ഡയറക്ട്രിക്സ്. നമ്മുടെ ഡെഫിനിഷനിൽ പറയുന്ന ഫിക്സഡ് ലൈനിനെ വിളിക്കുന്ന പേരാണ് ഡയറക്ട്രിക്സ്. രണ്ട്, ആ ഫിക്സഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ്. ഇനി അടുത്തൊരാൾ എഴുതിയിട്ടുണ്ട്, എന്താണ്? ആക്സിസ്. എന്തുവായിരുന്നു പരാബോളയുടെ ആക്സിസ് എന്ന് പറഞ്ഞ? പരാബോളയുടെ ഫോക്കസിലൂടെ കടന്നു പോകണം. രണ്ട്, ആർക്ക് പെർപെൻഡിക്കുലറിനായിരിക്കും? ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആകുകയും ചെയ്യുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പരാബോളയുടെ ആക്സിസ്. പരാബോളയുടെ നാലാമത്തെ ആളിന്റെ പേരായിരുന്നു വെർട്ടെക്സ്. എന്തുവായിരുന്നു വെർട്ടെക്സ്? പരാബോളയും ആക്സിസും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ്. അപ്പൊ പരാബോളയുടെ പ്രോബ്ലത്തിലെ 4 ടെക്നിക്കൽ വേർഡുകൾ: ഒന്ന് ഫിക്സഡ് ലൈൻ, ഡയറക്ട്രിക്സ്; രണ്ട് ഫിക്സഡ് പോയിന്റ്; മൂന്നാമത്തെ വാക്ക് ആക്സിസ്. എന്തുവായിരുന്നു ആക്സിസ് എന്ന് വെച്ചാൽ?
പരാബോളയുടെ ഫോക്കസിലൂടെ കടന്നു പോകുകയും ഡയറക്ട്രിക്സുമായിട്ട് പെർപെൻഡിക്കുലർ ആകുകയും ചെയ്യുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ്. മൂന്നാമത്തെ വാക്ക് എന്തുവായിരുന്നു? വെർട്ടെക്സ്. എന്തുവായിരുന്നു വെർട്ടെക്സ്? പരാബോളയും ആക്സിസും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ആകാശമുണ്ടെന്ന് വായിച്ചാൽ നോട്ട് അത്രയും. The fixed line L, focus the fixed point F, axis the line through F and F, perpendicular to the directrix, respect the intersection of parabola with the axis. Okay. ഫിഗറിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ പഠിച്ച അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പരാബോളയാണ്. അതിനെ കുറിച്ചാണ്. അപ്പോ 4 ടൈപ്പ് പരാബോളകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എത്ര ടൈപ്പ് പരാബോളയാണ്? ഒന്ന് y സ്ക്വയർ ഈക്വൽ 4ax, 2 y സ്ക്വയർ ഈക്വൽ -4ax, 3 x സ്ക്വയർ ഈക്വൽ 4ay, 4 x സ്ക്വയർ ഈക്വൽ -4a. എന്നിട്ട് ഇതിനകത്തിൽ നിന്ന് പരാബോളയുടെ ആക്സിസ് കണ്ടുപിടിക്കാൻ ഞാൻ എന്തോ ഒരു ഷോർട്ട് കട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. ഓർമ്മയുണ്ടായിരുന്നു ആർക്കെങ്കിലും? എന്തായിരുന്നു? അതന്നെ, പരാബോളയുടെ ഇക്വേഷനിൽ 2 വേരിയബിൾ ആണ് ഉള്ളത്. ഒരു എക്സും അതിലേതെങ്കിലും ഒരു വേരിയബിളിന്റെ ഡിഗ്രി 1ഉം ഒരു വേരിയബിളിന്റെ ഡിഗ്രി 2 ആയിരിക്കും. ഡിഗ്രി 1 ആയ വേരിയബിൾ ഏതാണോ ആ ആക്സിസിന് സിമട്രിക്കൽ ആയിരിക്കും പരാബോള. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ ഇക്വേഷൻ കണ്ട എന്താണ്? y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്ന് പറയുന്ന പരാബോളയുടെ ഇക്വേഷൻ അകത്ത് ഏത് വേരിയബിളിന്റെ ഡിഗ്രിയാണ് 1 ആയിട്ടുള്ളത്? എക്സ്. എങ്കിൽ പരാബോള ഏത് ആക്സിസിന് സിമട്രിക്കൽ ആയിരിക്കും? ആർക്കാ? എക്സ് ആക്സിസിന് സിമട്രിക്കൽ ആയിരിക്കും പരാബോള. ആർക്ക് സിമട്രിക്കൽ ആയിരിക്കും? എക്സ് ആക്സിസിന് സിമട്രിക്കൽ ആയിരിക്കും പരാബോള. ഓക്കെ. രണ്ടാമത്തേത് y സ്ക്വയർ ഈക്വൽ -4ax. അതിൽ ഏത് വേരിയബിളിന്റെ ഡിഗ്രിയാണ് 1 ആയിട്ടുള്ളത്? കിട്ടിയത്. ഏത് വേരിയബിളിന്റെ ഡിഗ്രിയാണ് 1 ആയിട്ടുള്ളത്? എക്സിന്റെ. പക്ഷെ ആ എക്സിന്റെ ടേം ഉള്ളതിന്റെ മുമ്പിൽ എന്ത് കിടപ്പുണ്ട്? ഒരു മൈനസ് കിടപ്പുണ്ട്. അങ്ങനാണെങ്കിൽ ഈ പരാബോള നെഗറ്റീവ് എക്സ് ആക്സിസിന് സിമട്രിക്കൽ ആയിരിക്കും. ആർക്ക് സിമട്രിക്കൽ ആയിരിക്കും? നെഗറ്റീവ് എക്സ് ആക്സിസിന് സിമട്രിക്കൽ ആയിരിക്കും. മൂന്നാമത്തെ പരാബോളയുടെ ഇക്വേഷനിൽ ഏത് വേരിയബിളിന്റെ ഡിഗ്രിയാണ് 1? വൈയുടെ. അങ്ങനാണെങ്കിൽ ആ പരാബോള ആർക്ക് സിമട്രിക്കൽ ആയിരിക്കും? പോസിറ്റീവ് വൈ ആക്സിസിന് സിമട്രിക്കൽ ആയിരിക്കും. നാലാമത്തെ പരാബോളയുടെ ഇക്വേഷനിൽ ഏത് വേരിയബിളിന്റെ ഡിഗ്രിയാണ് 1 ആയിട്ടുള്ളത്? വൈയുടെ. പക്ഷെ അവിടെ ചിഹ്നം എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ പരാബോള ഏത് ആക്സിസിന് സിമട്രിക്കൽ ആയിരിക്കും? നെഗറ്റീവ് വൈ ആക്സിസിന് സിമട്രിക്കൽ ആയിരിക്കും. ഇങ്ങനെ 4 ടൈപ്പ് പരാബോളകളാണ് നമുക്കുള്ളത്. ഇതെല്ലാം അടുത്ത വർഷം സെക്കൻഡ് ഇയറിൽ നമുക്ക് വീണ്ടും ആവശ്യം ഉണ്ട്. മുമ്പേ അതിനെല്ലാം വായിച്ചത്. അശ്വിനി ശ്രീകുമാർ എന്ന് വായിച്ച നോട്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് ചില അഡീഷണൽ പോയിന്റുകളോടെ പറഞ്ഞിട്ടുണ്ട്. കിരൺ മോൻ എഴുതേറ്റിട്ട് ആദ്യത്തെ പോയിന്റ് ഒന്ന് വായിച്ചേ. പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മള് സർക്കിളിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്ന ഒന്നുകിൽ സെന്റർ ആയ എച്ചും കെയും കണ്ടുപിടിക്കും, അല്ലെ റേഡിയസ് ആയ 6 കണ്ടുപിടിക്കും, അല്ലാതെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ ജിയും എഫും സിയും ഒക്കെ കണ്ടുപിടിക്കും. ഇതുപോലെ നിങ്ങൾ ഒരു പരാബോളയുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ കണ്ടുപിടിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ആരാണ്? എ ആണ്. അല്ലേ അശ്വിനി? എല്ലാ ഇക്വേഷനകത്തിലും ആരുണ്ട്? എ ഉണ്ട്. ആ എ എല്ലായ്പ്പോഴും എന്തായിരിക്കണം? അഥവാ ഇത്രയും നമ്മളൊരു പ്രോബ്ലം ചെയ്തു വന്നപ്പോ
9 എയുടെ വില നമുക്ക് നെഗറ്റീവായി കിട്ടിയെങ്കിൽ കിരണെ അപ്പോൾ മനസ്സിലാക്കിക്കോണം നമ്മൾ ചെയ്തത് അഭിനവേ എന്താണെന്ന്, തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം കേട്ടോ മീനാക്ഷി. അപ്പോ പരാബോളയുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ അശ്വിനിയെ എ എല്ലായ്പ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. നന്ദന എഴുന്നേറ്റിട്ട് സെക്കൻഡ് പോയിന്റ് വായിച്ചേ. ഇരിക്കും. ഈ ഒന്നാമത്തെ പരാബോളയുടെ ആക്സിസ് ഏതാണ്? എക്സ് ആക്സിസ്. ഏതാണ്? ആ എക്സ് ആക്സിസിനെ വെച്ച് ആ പരാബോള എന്താണ്? സിമെട്രിക്കലാണ്. അതായത് എക്സ് ആക്സിസിന് മുകളിൽ കാര്യങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും എക്സ് ആക്സിസിന് താഴെ. രണ്ടാമത്തെ പരാബോളയുടെ ആക്സിസ് നെഗറ്റീവ് എക്സ് ആക്സിസ്. അവിടെ നെഗറ്റീവ് എക്സ് ആക്സിസിന്റെ മുകളിൽ നയനെ ഫാത്തിമെ ഗ്രാഫ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും അശ്വിനി ശ്രീകുമാർ നെഗറ്റീവ് എക്സ് ആക്സിസിന്റെ താഴെ. മൂന്നാമത്തേനകത്തിലോ പോസിറ്റീവ് വൈ ആക്സിസ്. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിൽ ഗ്രാഫ് എങ്ങനെയാണോ ആകാശ അതുപോലെ തന്നെ ആയിരിക്കും അതിന്റെ ഇടതുവശം. ഇവിടെയോ നെഗറ്റീവ് വൈ ആക്സിസ്. അപ്പൊ നെഗറ്റീവ് വൈ ആക്സിസിന്റെ റൈറ്റിൽ ഗ്രാഫ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും അതിന്റെ ലെഫ്റ്റിലും എന്ത് വരുന്നത്? ഗ്രാഫ് വരുന്നത്. അപ്പൊ പരാബോള എപ്പോഴും അതിന്റെ ആക്സിസിനെ വെച്ച് സിമെട്രിക്കൽ ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് അഭിനവ് വായിച്ചാട്ടെ. അത് റെപ്പറ്റീഷൻ ആണ് ആ പോയിന്റ്. ഇനി ശ്രദ്ധിക്ക. നമ്മൾ കണ്ടുപിടിക്കുന്ന ഐഡിയ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. പരാബോളയുടെ ഇക്വേഷൻ അകത്ത് എപ്പോഴും രണ്ട് വേരിയബിൾ ഉണ്ടാകും. അതിൽ ഏത് വേരിയബിളിന് ഡിഗ്രിയാണോ 1 ആയിട്ടുള്ളത്, അങ്ങനെയല്ല അവർ പറഞ്ഞേക്കുന്നത്, വൈ സ്ക്വയർ ടേം ആണ് ഉള്ളതെങ്കിൽ എക്സ് ആക്സിസിന് സിമെട്രിക്കൽ. തിരിച്ച് എക്സ് സ്ക്വയർ ടേം ആണ് ശ്രാവൺ ഉള്ളതെങ്കിൽ വൈ ആക്സിസിന് സിമെട്രിക്കൽ. അതാണ് ഞാൻ എളുപ്പത്തിൽ ഐഡിയ പറഞ്ഞു തന്നത്. പരാബോളയുടെ ഇക്വേഷനിൽ എപ്പോഴും രണ്ട് വേരിയബിൾ ഉണ്ടാകും. ശ്രീപൂർണെ, അതിൽ ഏത് വേരിയബിളിന്റെ ഡിഗ്രിയാണ് 1 ആയിട്ട് വരുന്നത് ആ ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും ആര്? പരാബോള. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് ഇപ്പൊ ആരെന്ന് വെച്ചാൽ അഭിനവില്ല വെച്ചു. അപ്പൊ അടുത്ത പോയിന്റ് ഞാൻ വായിക്കുന്നത് അവിടെ വരെ വെച്ചു. ഫാത്തിമ വായിക്കും അടുത്ത പോയിന്റ്. അപ്പൊ പരാബോള ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ പോയിന്റ് ആണ്. ഓക്കെ, ഇരിക്കും. ആദിത്യൻ സാർ അടുത്ത പോയിന്റ് വായിക്കും. അല്ല, അത് കഴിഞ്ഞു. അടുത്ത പോയിന്റ് ലാറ്റസ് വെക്ടർ. ഇരിക്കും. നോക്കിക്കോളൂ. അപ്പൊ ലാറ്റസ് റെക്ടം എന്താണ്? ലാറ്റസ് റെക്ടം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചില പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ആർക്കൊണ്ടെന്ന് തരാം. അപ്പൊ നിങ്ങൾ ചോദ്യം ആവശ്യപ്പെട്ടാൽ ഉണപ്പം തന്നെ വന്നേക്കാം കേട്ടോ. അപ്പൊ എന്തോ ഹെഡിങ് എന്തായിരുന്നു? ഇതിൽ ഒരെണ്ണം വെച്ചോണ്ട് ഞാൻ പറയാം. ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. ലാറ്റസ് റെക്ടം ആരാണ്? ഇത് എവിടെ കൂടി കടന്നു പോകണം? ഫോക്കസിലൂടെ കടന്നു പോകണം. എവിടെ കടന്നു പോകണം? അപ്പൊ ലാറ്റസ് റെക്ടം ആരാണ്? ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. അതെവിടെ കൂടെ കടന്നു പോകണം? ഫോക്കസിലൂടെ കടന്നു പോകണം. രണ്ടാമത്തേത്, അത് പരാബോളയുടെ ആക്സിസുമായിട്ട് പെർപെൻഡിക്കുലർ വയ്ക്കണം. പരാബോളയുടെ ആക്സിസുമായിട്ട് 3. അതിന്റെ എൻഡ് പോയിന്റ്സ് എവിടെ ആയിരിക്കണം? പരാബോളയിലായിരിക്കണം. ഇതൊക്കെ ശനിയാഴ്ച എന്നെ പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തുവായിരുന്നു ലാറ്റസ് റെക്ടം എന്ന് വെച്ചാൽ? ശ്രീപൂർണെ, ലാറ്റസ് റെക്ടം ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. അത് ഫോക്കസിലൂടെ കടന്നു പോകുന്നു. അത് പരാബോളയുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. അതിന്റെ എൻഡ് പോയിന്റ്സ് എവിടെയാണ്? പരാബോളയിൽ ആയിരിക്കും. ലാറ്റസ് റെക്ടം പിടികിട്ടിയല്ലോ. പിന്നെ ഏത് പരാബോളയിലും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് 4a ആണ്. പരാബോളയുടെ ലാറ്റസ് റെക്ടത്തിന്റെ ലെങ്ത് ഇത്രയും ലെങ്ത് ഏത് പരാബോളയിലും എന്തായിരിക്കും? അപ്പൊ പരീക്ഷയ്ക്ക് ഒരു കാര്യം ഓർത്തോണം. ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്തറിയണം? എ അറിയണം. ഇത്രയും കാര്യം പിടി കിട്ടിയല്ലോ.
ഇനിയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ വരുന്നത്. നമുക്കൊരു ബോക്സ് പഠിക്കണം. എന്ത് പഠിക്കണം? വെറുതെ കുത്തിരുന്ന് കാണാൻ പഠിക്കണ്ട. ഒരു ബോക്സിന്റെ ഐഡിയ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ആ ഐഡിയ വെച്ച് നമുക്ക് ഏത് പരാബോളയുടെ കാര്യം എന്ത് ചെയ്യാം ഇടാം. അപ്പൊ 4 പരാബോളയുടെ കാര്യം നമ്മൾ പഠിക്കണം. ഇവിടെ നിന്ന് 2 തരത്തിൽ നയനെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കും. ഒന്ന്, നിങ്ങൾക്കൊരു പരാബോളയുടെ ഇക്വേഷൻ തരുന്നു, എന്നിട്ട് ഈ ബോക്സിൽ കിടക്കുന്ന ആളുകളുടെ വില എന്ത് ചെയ്യുക, കണ്ടുപിടിക്കും. രണ്ടാമത്തേത്, ഈ ബോക്സിലുള്ള ചില ആളുകളുടെ വില തരും, എന്നിട്ട് ഇതനുസരിക്കുന്ന പരാബോളയുടെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആ ഒന്ന് ബോർഡിലോട്ട് വരയ്ക്കാം കേട്ടോ. അതിലിങ്ങൊരു ബോർഡിലേക്ക് നോക്കാം. പരാബോളയുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഉത്തരം എഴുതാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ടേബിൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. കാണുമ്പോൾ ഒരു എമണ്ടൻ ടേബിൾ ആയിട്ടൊക്കെ നമുക്ക് തോന്നും. കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് വളരെ വേഗം കാര്യങ്ങൾ പഠിക്കാം. എന്തൊക്കെയാണ് ഇവിടുത്തെ ലെഫ്റ്റിലെ ഹെഡിങ്ങൾ എന്ന് വായിച്ചാട്ടെ. ഇക്വേഷൻ ഓഫ് പരാബോള, ആക്സിസ് ഓഫ് സിമെട്രി, വെർട്ടെക്സ്, ഫോക്കസ്, ഇത്ര ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ മിക്കതും നമുക്ക് ആ ഗ്രാഫ് വെച്ച് തന്നെ പറയാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത്തേലോട്ട് മാത്രം നോക്കും. ഒന്നാമത്തെ പരാബോള ഏതാണ്? അതിൽ വേണ്ട, അതിന്റെ ഒരു ചെറിയ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫ് വെച്ച് നോക്കിയാൽ പലതിന്റെ ഉത്തരം നമുക്ക് പെട്ടെന്ന് പറയാം. ഒന്ന്, ഈ പരാബോള ഏത് ആക്സിസിനെ വെച്ചാണ് സിമെട്രിക്കല്? ഉണ്ടോ? ഗ്രാഫിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടി. രണ്ടാമത്തെ എന്താണ്? വെർട്ടെക്സ് ഏതാണ്? നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കേ. എല്ലാ പരാബോളയുടെയും വെർട്ടെക്സ് ഉണ്ട്. അപ്പോൾ സംഗതി ക്ലിയർ ആയില്ലയോ? എല്ലാ പരാബോളയുടെയും വെർട്ടെക്സ് എന്താണ്? അടുത്തത് ഫോക്കസ്. ശ്രദ്ധിച്ചു പറയണം. ഫോക്കസ് എന്ത് വരും? ഇവിടെ വരുന്ന ഫിക്സഡ് പോയിന്റ്. ഈ ഫിക്സഡ് പോയിന്റ് ഏത് ആക്സിസിലാ കിടക്കുന്നത്? എക്സ് ആക്സിസ്. അപ്പൊ എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് ആകുമ്പോ അതിന്റെ y കോർഡിനേറ്റ് എന്തോ വരും? അപ്പൊ ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്താണ്? A0. ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്താണ്? അടുത്തത് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്തുവായിരുന്നു? x + a = ഇത് നമ്മൾ മുമ്പേ പഠിച്ചതാ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4i. ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്ടം x = ഗ്രാഫ് പിടി കിട്ടിയല്ലോ. ഇത് ഏതൊക്കെ ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്? ഫസ്റ്റിലും ഫോർത്തിലുമായിട്ടാണ് ഒന്നാമത്തെ പരാബോള കിടക്കുന്നത്. അപ്പൊ ഒന്നോടെ ഒന്നാമത്തെ പരാബോളയുടെ ഇക്വേഷൻ y² = 4ax. അതിന്റെ ആക്സിസ്, അതിന്റെ വെർട്ടെക്സ്, അതിന്റെ ഫോക്കസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്ടം, ഗ്രാഫ് ഇവിടെ കിട്ടി. ഏതൊക്കെ ക്വാഡ്രന്റിലാ കിടക്കുന്നത്? ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ആരുടെ ഗ്രാഫായി? രണ്ടാമത്തെ കാര്യം. പരാബോളയുടെ ഇക്വേഷൻ എന്തുവായിരുന്നു? ഏത് ആക്സിസ്? ചെറിയ തിരുത്തുള്ളത്. ഇത് പോസിറ്റീവ് എക്സ് ആക്സിസും ഇത് നെഗറ്റീവ് എക്സ് ആക്സിസും. പക്ഷെ നമ്മൾ പറയുമ്പോ എന്തെന്നങ്ങ് പറയത്തേ ഉള്ളൂ, എക്സ് ആക്സിസ് അങ്ങ് പറയത്തേ ഉള്ളൂ. ഓക്കെ, മുമ്പേ പറഞ്ഞായിരുന്നു വെർട്ടെക്സ് എന്താണ്? 0 0. ഫോക്കസ് അതെങ്ങനെയാണ് -a0 വന്നത്? ഇതിന്റെ ഫോക്കസ് നെഗറ്റീവ് എക്സ് ആക്സിസിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഫോക്കസ് എന്തോ വന്നത്? -a0. ഇവിടെ കണ്ടോ? x + a = 0. ഇവിടെ വരുമ്പോ ഇത് 4a, ഇവിടെയും 4a തന്നെ. അടുത്തത് ഇവിടെ x = a, ഇവിടെ വരുമ്പോ x = ഗ്രാഫ് ഏതൊക്കെ ക്വാഡ്രന്റിൽ കിടക്കുന്നു? സെക്കൻഡിലും. പഠിക്കുമ്പോ നിങ്ങൾ 1ഉം 2ഉം പരാബോളകളെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ 2 എണ്ണത്തിന് പകരം ഒറ്റ ഒരെണ്ണം എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. ഇനി മൂന്നാമത്തെ പരാബോള ഏതാണ്? ഗ്രാഫ് ഉണ്ടല്ലോ.
ഇതിൽ ഏതായിരിക്കും ആക്സസ്? വെർട്ടെക്സ്, ഫോക്കസ്. എന്താ 0A വരാൻ കാരണം? അതെ, ഈ പരാബോളയുടെ ഫോക്കസ് എവിടാ കിടക്കുന്നത്? y ആക്സസിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 വരും. 0A. ഇവിടെ x പ്ലസ് എ ഈക്വൽ 0 ആണെങ്കിൽ ഇവിടെ വരുമ്പോ y പ്ലസ് എ ഈസ് ഈക്വൽ ടു ഓക്കെ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a. ഇക്വേഷൻ ഓഫ് ലാറ്റസ് റെക്റ്റം x ഈക്വൽ എക്ക് പകരം y ഇസ് ഈക്വൽ ടു എ എന്ന് വരും. ഗ്രാഫ് കൂടി കിട്ടിയല്ലോ. ഏതൊക്കെ ക്വാഡ്രന്റിൽ കിടക്കുന്നു? ഫസ്റ്റിലും സെക്കൻഡിലുമായിട്ട് കിടക്കും. എവിടെ കിടക്കുന്നു? ഫസ്റ്റിലും സെക്കൻഡിലുമായിട്ട് കിടക്കും. ഇതുമായി കമ്പയർ ചെയ്താൽ നാലാമത്തെ നമുക്ക് വേഗം പറയാം. നാലാമത്തെ പരാബോളയുടെ ഇക്വേഷൻ രണ്ട് ഈ ഗ്രാഫൂടെ നോക്കിയാൽ പല ആളുകളെയും വേഗത്തിൽ പറയാം. ഒന്ന് ആക്സസ് ഏതാ? y ആക്സസ്. വെർട്ടെക്സ്, ഫോക്കസ്. അതെങ്ങനെയാണ് 0 - a വന്നത്? ഈ പരാബോളയുടെ ആക്സസ് കിടക്കുന്നത് നെഗറ്റീവ് y ആക്സസിലാണ്. അപ്പോഴും എക്സ് കോർഡിനേറ്റ് 0 വരും, y കോർഡിനേറ്റ് ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അതാണ് 0 - a. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് y പ്ലസ് എ ഈക്വൽ 0ക്ക് പകരം y മൈനസ് എ ഈക്വൽ 0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് y ഇസ് ഈക്വൽ ടു മൈനസ് എ. ഗ്രാഫ് കൂടി കിട്ടിയല്ലോ. ഏതൊക്കെ ക്വാഡ്രന്റിൽ കിടക്കുന്നു? തേർഡിലും ഫോർത്തിലുമായിട്ട് കിടക്കും. അപ്പൊ 1ഉം 2ഉം കൂടെ ഐശ്വര്യ പ്രകാശ് നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കി പഠിക്കണം. 3ഉം 4ഉം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കി പഠിക്കണം. ഈ ഒരൊറ്റ ടേബിൾ പഠിച്ചു വെച്ചാൽ പരാബോളയിൽ നിന്ന് ആകാശയെ ചോദിക്കുന്ന ഏത് ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നിഷ്പ്രയാസം എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറ്റും. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിൽക്കാം. ആരും ഇരിക്കണ്ട, എല്ലാരും എഴുന്നേറ്റൊന്ന് വായിക്കാം. മൊത്തം പേര് എഴുന്നേറ്റൊന്ന് വായിക്കാം. ബാലു, ഈ ടേബിൾ മനസ്സിലായോ? മനസ്സിലായി സാർ. വായിച്ചോളൂ. ഫൈൻഡ് ദ കോഓർഡിനേറ്റ് ഓഫ് ദി ഫോക്കസ്. ബുക്കടച്ചു വെക്കണം, ബോർഡിലേക്ക് നോക്കിയിരിക്കണം. എന്താ കണ്ടുപിടിക്കണം? കോഓർഡിനേറ്റ് ഓഫ് ദി ഫോക്കസ്, ആക്സിസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആൻഡ് ലാറ്റസ് റെക്റ്റം ഓഫ് ദി പരാബോള. y square is equal to 8x. ഇരിക്കും. ഇതാണ് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞ ചോദ്യം. പരാബോളയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് തരുന്നു. പരാബോളയുടെ ഇക്വേഷൻ നിങ്ങൾക്ക്, ഇതൊക്കെ നമ്മൾ ആ ടേബിളിനകത്ത് പഠിച്ച ആളുകളല്ലേ ഫാത്തിമേ? ഇവരെയൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളോട് എന്ത് ചെയ്യുന്നു? ചോദിക്കും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബുക്കടച്ചു നോക്കുക. ഇക്വേഷൻ ഓഫ് ദി പരാബോള ഈസ് y square is equal to 8x. y square is equal to ആദ്യം അവർ തന്നത് വേണം എഴുതാനായിട്ട്. എന്നിട്ട് കമ്പയറിംഗ് വിത്ത് ദി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദി പരാബോള. ഇതുപോലത്തെ ഒരെണ്ണം നമ്മൾ പഠിച്ചായിരുന്നല്ലോ. y square is equal to 4x. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? 4a ഈക്വൽ x എന്നും 8. അപ്പൊ a ഈക്വൽ 8/4. a is equal to, നമ്മൾ നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് മറക്കരുത്. പരാബോളയുടെ ഏത് പ്രോബ്ലത്തിലും നയനെ എയുടെ വില ആകാശേ പോസിറ്റീവ് ആയിരിക്കണം. എന്തായിരിക്കണം? കേട്ടില്ല എക്സ് മുറുക്കാൻകട വരെ പോയിച്ചു. ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ രണ്ടിടത്തും y സ്ക്വയർ ഉണ്ട്, രണ്ടിടത്തും എക്സ് ഉണ്ട്. പിന്നെ കമ്പയർ ചെയ്യേണ്ടത് ഈ 4aയും ഈ 8ഉം കൂടാണ് എന്ത് ചെയ്യേണ്ടത്? കമ്പയർ ചെയ്യേണ്ടത്. ഇതിനാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. എവിടെ കിട്ടിയോ? ഓക്കെ. അപ്പൊ എ കിട്ടിയാൽ നമ്മുടെ ഒന്നാമത്തെ പരാബോളയുമായി ബന്ധപ്പെട്ട ടേബിൾ ഓർമ്മയുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് ആ ബുക്ക് തുറന്നു തന്നെ പറഞ്ഞു. ഒന്നാമത്തെ പരാബോളയുടെ ഫോക്കസ് എന്തായിരുന്നു? അപ്പൊ ഫോക്കസ് ഈക്വൽ A0. A0യുടെ വില 20. A0യുടെ വില
A0യുടെ വില 20. രണ്ടാമത്തേത് ഇനി എന്ത് കണ്ടുപിടിക്കേണ്ടത്? പരാബോളയുടെ ആക്സിസ്. ഈ y² = 4ax എന്ന് പറയുന്ന പരാബോളയുടെ ആക്സിസ് ഏതാണ്? എക്സ് ആക്സിസ്. ഏതാണ് ആക്സിസ്? ഇനി ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്തുവായിരുന്നു? ഒന്നാമത്തെ പരാബോളയുടെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എക്സ് പ്ലസ് എ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എയുടെ വില 2 ഈസ് ഈക്വൽ ടു അടുത്തൊന്നും കണ്ടുപിടിക്കേണ്ടത് ലാറ്റസ് റെക്റ്റം. കണ്ടുപിടിക്കേണ്ടത് ലാറ്റസ് റെക്റ്റം. ഒന്നാമത്തെ പരാബോളയുടെ ലാറ്റസ് റെക്റ്റം എന്തായിരുന്നു? 4a. അപ്പോ 4 ഇൻറ്റു എയുടെ വില ഈസ് ഈക്വൽ ടു 8. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? അതാണ് ഞാൻ അതിലെ മുമ്പേ പറഞ്ഞത്. ആ ടേബിൾ അറിയാമെന്നുണ്ടെങ്കിൽ പരാബോളയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഏത് ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇനി ആ നോട്ട് നടത്തി എല്ലാവരും അതിലൊരു ചെറിയ തിരുത്തുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ആരെക്കുറിച്ച് അതിനകത്തിലില്ല? ലാറ്റസ് റെക്റ്റത്തെ കുറിച്ചില്ല. അപ്പൊ അതൊന്നും അതിനകത്തിൽ ആഡ് ചെയ്തേരെ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എഴുതണം കേട്ടോ. ബാലുവിന് ഈ കണക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. ഒരു സെക്കൻഡ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഈക്വൽ ലാറ്റസ് റെക്റ്റം ഈക്വൽ 4a എന്നിട്ട് വേണം കറക്റ്റ് ചെയ്ത് എഴുതാൻ. അപ്പോൾ ഐശ്വര്യ പ്രകാശ് ഒന്ന് വായിച്ചാട്ടെ. ഇക്വേഷൻ എന്തായിരുന്നു? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി പരാബോള വിത്ത് ഫോക്കസ്. ബുക്ക് അടച്ചു വെച്ച് ഐശ്വര്യ പ്രകാശിന്റെ ബുക്ക് തുറന്നു നോക്കാം. ബാക്കി എല്ലാരും ബുക്ക് അടച്ചു വെച്ച് ബോർഡിലേക്ക് നോക്കി. ഇതുപോലത്തെ ഒരു ഫോക്കസ് നിങ്ങൾ പഠിച്ച ബോക്സിനകത്തിലുണ്ട്. അതേതാണ് ആ ഫോക്കസ്? അപ്പൊ A0 = 20. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോ എയുടെ വില എത്രയാണ്? ഓക്കെ, ഇരിക്കും. ഈ ഫോക്കസ് ഉള്ള പരാബോള ഒന്നാമത്തെ പരാബോളയാണോ, രണ്ടാമത്തെ പരാബോളയാണോ, മൂന്നാമത്തെ പരാബോളയാണോ, നാലാമത്തെ പരാബോളയാണോ? ഒന്നാമത്തെ പരാബോള. ഇത് കൂടാതെ വേറെ രണ്ട് കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഡയറക്ട്രിക്സ് x = -2. ഇതുപോലത്തെ ഡയറക്ട്രിക്സ് ഏതായിരുന്നു? x = -a. ഇനിയിപ്പോ ഇതില്ലേലും നമുക്ക് പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്തായിരുന്നു പരാബോളയുടെ ഇക്വേഷൻ? y² = 4ax. അപ്പോൾ y² = 4 ഇൻറ്റു എയുടെ വില 2 ഇൻറ്റു എക്സ്. അപ്പോ y² = 8x. y² = ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. പരാബോളയുടെ ബോക്സിലുള്ള ചില ആളുകളുടെയൊക്കെ വില അശ്വിനി ശ്രീകുമാർ നമുക്ക് തരുന്നു. എന്നിട്ട് ഇതനുസരിക്കുന്ന പരാബോള നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കി. എക്സാമ്പിൾ 7 പറയുന്നത് നമ്മളൊരു പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. പരാബോളയുടെ എന്ത് കണ്ടുപിടിക്കണം? അതിന് തന്നിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് വെർട്ടെക്സ് 0, 0. ഈ വെർട്ടെക്സ് വെച്ച് നമുക്ക് പരാബോളയുടെ ഒരു പരിപാടി ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാ പരാബോളയുടെയും വെർട്ടെക്സ് എന്താണ്? അപ്പൊ ഇനി ഒരു ഇൻഫർമേഷനോട് ഉണ്ടെങ്കിലേ കണക്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റിനകത്തിലുണ്ടോ അടുത്ത ഇൻഫർമേഷൻ? ഉണ്ട്. എന്തുവായിരുന്നു? ഫോക്കസ് 0, 2. ഇങ്ങനെ ഒരു ഫോക്കസ് നമ്മൾ പഠിച്ച ടേബിളിനകത്തിലുണ്ടോ? ഉണ്ട്. ഏതാത്? 0. അപ്പൊ വിച്ച് ഇംപ്ലൈസ് 0a = 0, 2.
അപ്പോൾ എയുടെ വില. അപ്പൊ പരാബോളയുടെ ഏത് പ്രോബ്ലം ചെയ്യണമെങ്കിലും ആദ്യം എ കിട്ടണം. അപ്പൊ എ കിട്ടിയല്ലോ. ഇനി ഇങ്ങനെ ഫോക്കസ് വരുന്ന പരാബോള എത്രാമത്തെ പരാബോളയാ? മൂന്നാമത്തെ പരാബോള. അതേതായിരുന്നു? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, അപ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 ഇൻറ്റു വൈ. അപ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 8y. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല, ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ബാലുവിന് മനസ്സിലായോ? മനസ്സിലായി സാർ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി പരാബോള. ആരുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം? പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കാം. ആ പരാബോള ആരെ വെച്ച് സിമെട്രിക്കലാണ്? അപ്പൊ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വൈ ആക്സിസിനെ വെച്ച് സിമെട്രിക്കലായ എത്ര പരാബോളയുണ്ട്? 2 പരാബോളയുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്ന് പോസിറ്റീവ് വൈ ആക്സിസിന് സിമെട്രിക്കലായ പരാബോളയും 2 നെഗറ്റീവ് വൈ ആക്സിസിന് സിമെട്രിക്കലായ പരാബോളയും. അപ്പൊ നമ്മുടെ ചോയ്സ് 2ആയി ചുരുങ്ങി. ഇനി ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ബാക്കി വായിച്ചാട്ടെ. ഈ പരാബോള കടന്നു പോകുന്ന ഒരു പോയിന്റ് ആണ് 2 - 3. ആരാണ്? അപ്പൊ ഒന്ന് 10ാം ക്ലാസ് വരെ പോകണം. ഇരിക്കും. 10ാം ക്ലാസ്സിലെ കോഓർഡിനേറ്റ് എന്ന് പറയുന്ന പാഠത്തിൽ ഒരു പോയിന്റിന്റെ കോഓർഡിനേറ്റ് കണ്ടാൽ അത് ഏത് ക്വാഡ്രന്റിൽ കിടക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക് ഉണ്ടായിരുന്നു. എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ്. എത്രാമത്തെ ക്വാഡ്രന്റ്? അപ്പൊ ഈ പോയിന്റ് എവിടാണ്? 4th ക്വാഡ്രന്റില. ആണോ ശ്രീപൂർണ്ണ? ഇവരിൽ 2 പേരിൽ 4ാമത്തെ ക്വാഡ്രന്റിലൂടെ കടന്നു പോകുന്ന പരാബോള 1ാമത്തെ ആണോ 2ാമത്തെ ആണോ? ഏതാണ്? ഏതാണ്? 2ാമത്തെ പരാബോള. ഏത് പരാബോളയാണ്? അപ്പൊ നമുക്ക് ആരെ ഒഴിവാക്കാം? അടുത്ത പരാബോള ഒഴിവാക്കി 2ആയിട്ട് നമ്മുടെ ഓപ്ഷൻ ചുരുങ്ങി. ഈ പരാബോളയുടെ ഇക്വേഷൻ എന്തുവായിരുന്നു? ഈ പരാബോളയുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ നമ്പർ 1. ഈ പരാബോള ഏത് പോയിന്റിലൂടെ കടന്നു പോകുന്നു? നമ്മൾ സാധാരണ ഇതിൽ അങ്ങനെ കടന്നു പോകുന്ന കണക്കൊക്കെ വരുമ്പോ സർക്കിളിൽ എന്തുവായിരുന്നു ചെയ്യുന്നത്? എക്സിന് പകരം മീനാക്ഷി 2 എന്നും വൈക്ക് പകരം എത്ര എന്നും കൊടുക്കുന്നു? അപ്പോ ഇൻ ഇക്വേഷൻ നമ്പർ 1 പുട്ട് എക്സ് is equal to 2 and y is equal to -3. ഇക്വേഷൻ നമ്പർ 1 implies, സ്പീക്ക് ചെയ്യട്ടെ. 2 square is equal to -4 into a into -3. അപ്പോ 4 is equal to -4 into -3 12. അപ്പോൾ എയുടെ വില a ഈക്വൽ 4/12. a ഈക്വൽ 1/. ഈ വില കൊണ്ടുപോയി എവിടെ കൊടുക്കണം? ഇക്വേഷൻ നമ്പർ 1 കൊടുക്കണം. അപ്പൊ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -4 into 1/3 into y. അപ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -4/3. വേണമെങ്കിൽ ചില പരിപാടി കൂടെ ചെയ്യാം. ഈ 3 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? 3x സ്ക്വയർ ഇസ് ഈക്വൽ ടു -4y എന്ന് എഴുതിയാലും കുഴപ്പമൊന്നും ഇല്ല. ഇവിടം വരെ എഴുതി നിർത്തിയാലും പ്രശ്നമൊന്നും ഇല്ല. ഇങ്ങനെയാണ് നോട്ടിനകത്ത് എഴുതിയേക്കെന്ന് നോക്കിക്കേ. നോട്ടിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കെന്ന് നോക്കിക്കേ. ഓക്കെ, ബാലുവിന് കണക്ക് മനസ്സിലായോ?
മനസ്സിലായി സാർ. ഓക്കെ,